നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മളുടെ ഗൾഫിലുള്ള ഒരുപാട് സഹോദരങ്ങൾ വിളിക്കാറുണ്ട്. അവരുടെ എല്ലാം അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഈ ഒരു രാശി ചിന്തനം നടത്തിയിട്ടുള്ളത്. 3/3/2026 ചൊവ്വാഴ്ച രാവിലെ 8:03 സമയത്താണ് ഈ രാശി ചിന്തനം നടത്തുന്നത്. അതായത് മാർച്ച് മാസം 3-ാം തീയതി 2026 രാവിലെ ഇന്ത്യൻ സമയം 8:03. ഈ സമയത്ത് കണ്ട രാശിയെ ആസ്പദമാക്കിയിട്ട് ഒരു വിശകലനം നടത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ഗൾഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിതീക്ഷ്ണമായ യുദ്ധം. അതിനെക്കുറിച്ച് തന്നെയാണ് പലർക്കും അറിയേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ലോകക്രമത്തെ മാറ്റി എഴുതാൻ പോകുന്ന ഈ ഗൾഫ് യുദ്ധത്തെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഇന്ന് 2026 മാർച്ച് മാസം 3-ാം തീയതി രാവിലെ 8:03 ചേർത്തലയിൽ ഉദിച്ചു നിൽക്കുന്ന രാശിചക്രത്തെ ആസ്പദമാക്കിയിട്ട് ലോകക്രമത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഗൾഫ് മേഖല കത്തുകയാണെന്ന് തന്നെ പറയാം. ആഗോളതലത്തിൽ യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട്. ഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോഴത്തെ രാശിചക്രത്തിൽ മേടൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയും കുംഭത്തിൽ നിൽക്കുന്ന ശനിയും തമ്മിലുള്ള ദൃഷ്ടിബന്ധമാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അഗ്നിഭയമാണ് പ്രധാനം. അതിന് കാരണക്കാരൻ ചൊവ്വയാണ്. ചൊവ്വ അഗ്നി തത്വമാണ്. മിഡിൽ ഈസ്റ്റിൽ എണ്ണപ്പാടങ്ങളും ഗ്യാസ് പൈപ്പ് ലൈനുകളും വലിയ വെല്ലുവിളികളെ നേരിടുന്നൊരു സമയമാണ്. രാഹുവിൻ്റെ സ്വാധീനം പറയുകയാണെങ്കിൽ മീൻ രാശി നിൽക്കുന്നത് കൊണ്ട് തന്നെ കടൽ മാർഗമുള്ള യുദ്ധങ്ങൾക്കും തടസ്സങ്ങൾക്കും അത് പ്രധാനമായ കാരണമായി മാറും. ഇത് ലോക വ്യാപാരത്തെ ബാധിക്കുമെന്നാണ് കാണുന്നത്. 2026 മധ്യത്തോടെ ഗ്രഹങ്ങൾ മാറുമ്പോൾ ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ സ്വഭാവം മാറിപ്പോയേക്കാം. സൈനിക നീക്കത്തേക്കാൾ പ്രധാനമായി വരാൻ പോകുന്നത് ഒരു സൈബർ യുദ്ധം തന്നെയാണ്. സാമ്പത്തിക ഉപരോധമുണ്ടായേക്കാം. അങ്ങനെ യുദ്ധത്തിൻ്റെ മേഖലകൾ മാറിപ്പോകുമെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളും സുരക്ഷയും സംബന്ധിച്ചാണ്. ഗൾഫ് രാജ്യങ്ങൾ രാശിയിൽ അഷ്ടമത്തിൽ ശനി വരുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ചിലപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഭരണപരമായ വലിയ അഴിച്ചുപണികൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. സുരക്ഷാ സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരുമെന്ന് കാണുന്നുണ്ട്. ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ അവർക്ക് ഭക്ഷ്യക്ഷാമത്തിന് സാധ്യത കാണുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ സ്വന്തമായി കൃഷിയിലേക്കും സ്റ്റോക്കിങ്ങിലേക്കും തിരിയുമെന്നാണ് കാണുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഭീതി പടരുമെങ്കിലും അറബ് രാജ്യങ്ങൾ ഒരു വലിയ സഖ്യമായി തന്നെ മുന്നേറുന്നത് നോക്കി ഈ അവസരത്തിൽ കാണാൻ കഴിയും. ഗൾഫ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പേർ ചോദിക്കുന്നത് ഗൾഫ് ജോലി സുരക്ഷിതമാണോ എന്നതാണ്. നിലവിൽ അവിടെയുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പുതിയ വിസകൾ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നിർമ്മാണ മേഖലയേക്കാൾ പ്രതിരോധ ആരോഗ്യ മേഖലകൾ ജോലി വർദ്ധിക്കുമെന്നാണ് കാണുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും. അവിടെ പുതിയ ജോലികൾക്ക് പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. വരും വർഷങ്ങളിൽ ഗൾഫിൽ നിന്ന് ഇന്ത്യക്കാർ തിരിച്ചു പോരുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിനെ റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ആഗോള ശക്തികളായി പറയാവുന്ന ചൈന, US, റഷ്യ. ഇതിൽ ചൈന US-ൻ്റെ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഗ്രഹനില പ്രകാരം നേരിട്ടുള്ളൊരു യുദ്ധത്തിൽ നിന്നും ഒരിക്കലും സാധ്യത കാണുന്നില്ല. അതുടനെ ഉണ്ടാകുമെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ സാമ്പത്തികമായ ഒരു കുടുക്കൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ചൈനയുടെ രാശി രാഹുവിൻ്റെ സ്വാധീനമുള്ളതിനാൽ അവർ ചാരതന്ത്രത്തിലൂടെ US-നെ തളർത്താൻ ശ്രമിക്കുമെന്ന് കാണുന്നുണ്ട്. റഷ്യ ഈ യുദ്ധത്തിൽ ഒരു കിങ് മേക്കറായി മാറും. ആയുധ വിപണിയിലേക്കും ഊർജ വിപണിയിലും റഷ്യയുടെ കൈകൾ കരുത്താർജിക്കുന്ന ഒരു സമയമാണിത്. അവരുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും എന്നാണ് പറയാനുള്ളത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. ഇന്ത്യയുടെ ജാതകം, അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ജാതകം വൃഷഭ ലഗ്നമാണ്. ലഗ്നത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ സുരക്ഷിതമായിരിക്കും. ഇന്ത്യക്ക് നേരിട്ടുള്ളൊരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. വലിയ വിനാശങ്ങളിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെടുമെന്നാണ് പറയാനുള്ളത്. സാമ്പത്തികവും പരിശോധിക്കാം.
രൂപയുടെ മൂല്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര വിപണി ഒരിക്കലും തകരത്തില്ല. ലോകം മുഴുവൻ മാന്ദ്യത്തിലാകുമ്പോഴും ഇന്ത്യ ഒരു സുരക്ഷിത താവളമായി തന്നെ നിൽക്കുമെന്ന് പറയാം. ഗൾഫിലെ ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ ഭാരത സർക്കാർ വലിയ ഇടപെടലുകൾ നടത്തുമെന്നാണ് കാണുന്നത്. പ്രവാസികൾ സമ്പാദ്യം നാട്ടിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയാണ് വർദ്ധിക്കാൻ പോകുന്നത്. പുതിയ ലോകക്രമം ശ്രദ്ധിച്ചാൽ വരും കാലത്ത് ഡിജിറ്റൽ കറൻസികളായിരിക്കും ഏറ്റവും പ്രാധാന്യമേറി വരിക. സ്വയം പര്യാപ്തതയുടെ ഒരു പ്രധാന കാലമാണിത്. ഡോളറിൻ്റെ ആധിപത്യം കുറഞ്ഞു പോകുമെന്ന് കാണുന്നുണ്ട്. പകരം സ്വർണത്തിനും മറ്റ് കറൻസികൾക്കും മൂല്യം കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. സ്വന്തം മണ്ണിൽ കൃഷി ചെയ്യുന്നവനാണ് ഭാവിയിലെ വിജയി. രാശിഫലം സൂചിപ്പിക്കുന്നത് അന്നമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ്. ലോകക്രമം മാറുകയാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് അധികാരം കിഴക്കോട്ട് അഥവാ ഏഷ്യയിലേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു പ്രസവ വേദനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ടതില്ല. മാറ്റങ്ങൾ പ്രകൃതി നിയമമാണ്. ഗ്രഹനിലപ്രകാരം ഇന്ത്യ ഒരു ശക്തിയായി ഉയർന്നു വരികയും ഗൾഫ് മേഖലയിൽ 2026 അവസാനത്തോടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ഈ രാഷ്ട്രീയത ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.